എൻ്റെ പേര് ജിൻസി, വീട് ആലപ്പുഴ തുമ്പോളിലാണ്. ആദ്യം തന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാകാനായിട്ട് അനുഗ്രഹം നൽകാൻ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി. ഞാനിപ്പോൾ GNM നഴ്സിംഗ് പാസ്സായിട്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നഴ്സിങ്ങിന് പോയത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് നഴ്സിങ്ങിന് പോണത്, നിന്നെക്കൊണ്ടത് പറ്റുമോ, നീ മലയാളം മീഡിയത്തിലല്ലേ പഠിച്ചത്, ഇംഗ്ലീഷ് നിന്നെക്കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ. പക്ഷെ ഞാൻ അതൊന്നും കേട്ടില്ല. കാരണം എനിക്ക് ആഗ്രഹം നേഴ്സാവണം. പണ്ട് തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു നഴ്സിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ നഴ്സിങ്ങിന് ആദ്യമേ തന്നെ ചെന്നപ്പോഴേക്കും അവിടെ സീറ്റ് ഫുള്ളായി. അപ്പം എനിക്ക് അവിടെ കിട്ടിയില്ല. എന്നോടൊപ്പം അവർ പറഞ്ഞു, ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അടുത്ത പ്രാവശ്യം നിനക്ക് സീറ്റ് തരാം. അപ്പം ഞാൻ ഒരു വർഷം അതിന് വേണ്ടി ഫീസൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ നടന്നു. പിന്നെ എനിക്ക് 2022 എറണാകുളം PS മിഷനിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഫീൽഡായതുകൊണ്ടും എന്താണെന്നറിയത്തില്ല, അത്രയും നാളും ഞാൻ പഠിക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂട്ടുകാർക്കറിയാം, ജസ്റ്റ് അലമ്പെടുക്കാൻ മാത്രം ക്ലാസ്സിൽ പോകുന്നു, പഠിക്കത്തേ ഉണ്ടായിരുന്നില്ല, എങ്ങനെയൊക്കെയോ പാസ്സായി പോകും. പക്ഷെ നഴ്സിങ്ങിന് കയറിയപ്പോൾ എല്ലാ മാസവും ഞങ്ങൾക്ക് എക്സാം ഉണ്ട്. അപ്പോൾ എല്ലാ എക്സാമിനും നല്ല മാർക്ക് കിട്ടും. ഞങ്ങൾ കുത്തിയിരുന്നായിരുന്നു അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ പഠിക്കുമായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. കാരണം ഇതിന് തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ ഏജ് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനിയും തോറ്റിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇതുവരെ തോറ്റിട്ടൊന്നുമില്ല. എങ്കിൽ തന്നെയും നഴ്സിംഗ് എന്ന് പറയുന്ന ഫീൽഡ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. നല്ലപോലെ പഠിച്ചാൽ മാത്രമേ നമ്മൾ കയറിപ്പോകത്തുള്ളൂ. അപ്പോൾ നഴ്സിങ്ങിന് കയറിയപ്പോഴത്തോട്ട് ഞാൻ നല്ലപോലെ പഠിക്കുകയും നല്ലപോലെ പുറകിലോട്ട് നിൽക്കുന്ന കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അവരും എൻ്റെ ഒപ്പം ഇരുന്ന് പഠിക്കും. അപ്പോൾ അത്രയും നാളും പഠിച്ചിരുന്നിട്ട് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം എത്തിയപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു പേടി. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞ്, അമ്മ എക്സാമൊക്കെ ആവാറായി, എന്തോ പേടി, തോക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ അമ്മയ്ക്ക് കുറേ സാക്ഷ്യങ്ങളും എല്ലാ അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മേനോട് പറഞ്ഞ്, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഫസ്റ്റ് തന്നെ വെച്ചത്, എനിക്ക് ഫസ്റ്റ് ക്ലാസ് എന്താണ്, ഡിസ്റ്റിങ്ഷൻ എന്താണ് എന്നൊന്നും അറിയത്തില്ല. കുറേ കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞ്, അമ്മേ മാതാവേ, എനിക്ക് ഫസ്റ്റ് ക്ലാസ് വേണം എന്നാണ് ഞാൻ ആദ്യമായിട്ട് തന്നെ ഉടമ്പടിയിൽ നിയോഗത്തിൽ എഴുതി വെച്ചത്. അപ്പോൾ എക്സാമിന് പഠിക്കാനായിട്ട് ഞാൻ 10-14 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കും. അതിന് മുന്നേ തന്നെ 5:30 എണീറ്റിട്ട് രാവിലത്തെ പ്രാർത്ഥനയൊക്കെ ചൊല്ലും. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എന്തോ പഠിക്കാനുള്ളൊരു ത്വരയായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് പരീക്ഷയൊക്കെ എഴുതി. റിസൾട്ട് വന്നപ്പോൾ എന്താണോ ഞാൻ എഴുതി വെച്ചത് അതുപോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അതുപോലെ തന്നെ ഞാൻ പുതുക്കി സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ആയപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് ഡിസ്റ്റിങ്ഷൻ വേണമെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥനയും പഠിത്തവും ഒരേപോലെ കൊണ്ടുപോയി. ഒപ്പം തന്നെ കാരുണ്യ പ്രവർത്തികളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും സഹായമൊക്കെ ചെയ്ത്. എൻ്റെ ക്ലാസ്സിൽ ഒരുപാട് പേരുണ്ട്, പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും പഠിക്കേണ്ടത് എങ്ങനെയാണ് എക്സാം നല്ലപോലെ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരൊക്കെ. അപ്പം ഞാൻ അവർക്കൊക്കെ എന്നോട് ആരും ഇങ്ങനെ ഉള്ളിൽ നിന്ന് പറയുന്നു, നീ മാത്രം പഠിച്ചാൽ പോരാ, നീ മറ്റുള്ളവരെ സഹായിക്കണം. അപ്പം നിന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നീ അവർക്ക് സഹായം ചെയ്തു കൊടുത്താൽ നീയും ജയിക്കും എന്നൊരു ഒറ്റ കാരണം മാത്രം എൻ്റെ ഉള്ള ആരോ പറയണ പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ എപ്പോഴും അവരെയൊക്കെ തേടി പിടിച്ച്, എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട് എൻ്റെ ക്ലാസ്സിൽ, അവരൊക്കെ തേടി പിടിച്ച് ഞാനിങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കും. തേർഡ് ഇയറിൻ്റെ എക്സാം ആയപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നഴ്സിംഗ് ഡ്രോപ്പ് ഔട്ട് ചെയ്താലോ എന്ന് തന്നെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കുറേ സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ആയിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നത്. ഞാനെന്ന് പറയുന്നത്, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചീത്തയാന്നുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്ത് കണ്ടാൽ ഞാൻ അവരെ തിരുത്താനായിട്ട് ചെല്ലും. പക്ഷെ ഞാൻ തിരുത്തിയിരുന്നത് എന്നെക്കാട്ടും പ്രായത്തിന് ഇളയ പിള്ളേരായതുകൊണ്ട് അവർക്ക് നമ്മൾ എന്താ പറയണേന്ന് ഉള്ളൊരു അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കുറേ സങ്കടങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ച്, എൻ്റെ മാതാവേ, എന്നെക്കൊണ്ട് നഴ്സിംഗ് ഡ്രോപ്പ് ഔട്ട് ചെയ്യിപ്പിക്കല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആരോ പറയുന്ന പോലെ തോന്നി, നീ എന്തിനാണ് നഴ്സിംഗ് ഡ്രോപ്പ് ഔട്ട് ചെയ്യണത്, നിന്നെ കഷ്ടപ്പെടുത്തി പഠിപ്പിക്കണം നിൻ്റെ വീട്ടുകാരാണ്, കൂട്ടുകാരല്ല. നീ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, നീ മുന്നോട്ട് പോവുക എന്നൊക്കെ. അങ്ങനെ ഞാൻ ആ വിഷമങ്ങളൊക്കെ മാറ്റിയിട്ട് പ്രാർത്ഥിച്ചു. തേർഡ് ഇയറിൻ്റെ എക്സാം എത്തിയപ്പോഴേക്കും ഫസ്റ്റത്തെ വിഷയം OBG ആണ്. OBGക്ക് ഞാൻ നല്ലപോലെ പഠിക്കുന്ന വിഷയം, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ് OBGയും കമ്മ്യൂണിറ്റിയും. അപ്പം ഞാൻ OBGക്ക് നല്ലപോലെ എക്സാം പഠിച്ചു ചെന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഷോർട്ട് നോട്ടൊക്കെ എനിക്കറിയാം, എസ് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പോലും എനിക്കറിയത്തില്ല. കാരണം അത് 2 എണ്ണം ഉണ്ട് 20 മാർക്കിന്. അത് അറ്റൻഡ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജയിക്കാനുള്ള വകയെങ്കിലും ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാൻ ഷോർട്ട് നോട്ട് കാര്യമായിട്ട് എഴുതി. എൻ്റെ പേപ്പർ തീരാറായി. ആകെ 52 പേപ്പറേ ഉള്ളൂ ബുക്ക്ലെറ്റിൽ. അപ്പോൾ 15 മിനിറ്റും കൂടെ ഉള്ളൂ എന്ന് എക്സാമിനർ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഇനി 20 മാർക്കിനുള്ള അറ്റൻഡ് ചെയ്യാനായിട്ട് കിടക്കുക.
അപ്പോൾ എൻ്റെ ഈ റൈറ്റ് ചെവിയുടെ ഇവിടെ വന്നിട്ട് ആരോ പറയുന്നുണ്ട്, ജിൻസി നീ തോക്കും എന്ന്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ്. അപ്പോൾ എൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന പിള്ളേരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. എന്താ ഞാൻ എഴുതിയേക്കണത് എനിക്ക് പോലും അറിയത്തില്ല. ഞങ്ങൾക്ക് ഒരു എസ്ഐക്ക് തന്നെ അത്യാവശ്യം ഒരു 7 പേജെങ്കിലും കുറഞ്ഞത് അറ്റൻഡ് ചെയ്യിക്കണം. അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് എന്തൊക്കെ അറ്റൻഡ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ പിന്നെ റിസൾട്ട് വരാനായിട്ട് 3 മാസം അടുത്തെത്തി. അപ്പോൾ ഞാൻ അതുവരെ ഇരുന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ജയിക്കാനുള്ള മാർക്കെങ്കിലും തരണേ, എനിക്ക് എവിടെയെങ്കിലും കയറി പോകേണ്ടതാണ്, എനിക്ക് കുറേ ആവശ്യങ്ങളുണ്ട്, എന്നെ നോക്കിയിട്ടാണ് എൻ്റെ വീട്ടുകാരിയ്ക്കണത് എന്നൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ട് എനിക്ക് എത്ര മാർക്കായിരിക്കും കിട്ടണേന്നും പറഞ്ഞിട്ട് എല്ലാത്തിനും ഞാൻ ജസ്റ്റ് പാസിനുള്ള മാർക്ക് മാത്രമേ ഞാൻ കൂട്ടി നോക്കിയിട്ട് കിട്ടിയിട്ടുള്ളൂ. റിസൾട്ട് വന്നു. എന്നെ മിസ്സുമാർ വിളിച്ചിട്ട് പറഞ്ഞു, നീ തോക്കൂന്ന് പറഞ്ഞ വിഷയത്തിൽ നിനക്ക് നല്ല മാർക്കുണ്ട്, നീ ക്ലാസ്സിൽ സെക്കൻഡാണ് എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു വിഷയത്തിന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, അതിന് ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റാണ്. ഓവറോൾ എനിക്ക് ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് നേടിത്തന്നത് എൻ്റെ അമ്മ മാതാവാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. ആദ്യകാലങ്ങളിലൊക്കെ എനിക്ക് പ്രാർത്ഥനയുടെ ഒക്കെ ഭയങ്കര പുറകിലോട്ടായിരുന്നു. ഉടമ്പടി എടുത്ത് ഓരോരോ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു തുടങ്ങിയപ്പോഴേക്കും ഞാൻ പുറകിലോട്ട് നിൽക്കേണ്ട ആളല്ല, എന്നെക്കൊണ്ട് പലർക്കും ഉപകാരങ്ങൾ ഉണ്ടാവേണ്ടതാണ് എന്നൊക്കെ പറയും. എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് എപ്പോഴും ഓർമ്മ ഇങ്ങനെ ആരോ പറയണ പോലെ എപ്പോഴും തോന്നും. അപ്പം ഞാൻ എന്തെങ്കിലും രീതിയിൽ, അതായത് ഞാൻ ഹോസ്പിറ്റൽ ഫീൽഡിലായതുകൊണ്ട് ആരോരും ഇല്ലാത്ത ആൾക്കാരൊക്കെ കാണുമായിരിക്കും ഓരോ റൂമിലും വാർഡിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ പോസ്റ്റിങ്ങിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ ആരുടെയെങ്കിലൊക്കെ സ്റ്റാഫ്മാരുടെ ഒക്കെ കണ്ണുവെട്ടിച്ച് ഞങ്ങൾ ഓരോരുത്തർ പിള്ളേർ എവിടെയെങ്കിലൊക്കെ പോയിരിക്കുമ്പോൾ ഞാൻ പോകുന്നത് ഈ വയ്യാത്ത അമ്മമാരുടെ അപ്പച്ചന്മാരുടെ ഒക്കെ റൂമിലാണ്. എന്തിനാന്ന് വെച്ചാൽ അവരുടെ അടുത്ത് മാതാവിനെക്കുറിച്ച് പറയാനും പത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടാവത്തില്ല ആ സമയത്ത്, എങ്കിൽ തന്നെയും ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് കാണുമ്പോൾ നേഴ്സ് സ്റ്റേഷനിലൊക്കെ ആയിട്ട് കാണും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോയിട്ട് അവർക്ക് വായിച്ചൊക്കെ കൊടുക്കും. എന്നിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, വിഷമിക്കേണ്ട. എൻ്റെ കയ്യിലൊന്നും ഉണ്ടാകത്തില്ല കൊടുക്കാനൊക്കെ ആയിട്ടായാലും, പക്ഷെ ഞാൻ എന്നെക്കൊണ്ട രീതിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കും. അവരുടെ ഒപ്പം ചെറിയ രീതിയിൽ പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അവർക്ക് എന്താണ് കൃപാസനം എന്തെന്നൊന്നും അറിയത്തില്ല. അവരുടെ തെറ്റിദ്ധാരണകൾ കാരണം അവർ കുറേ ഡൗട്ടുകൾ നമ്മളോട് ചോദിക്കും. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവരോട് ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവർക്ക് ഇനിയും പോകണം, അവർക്ക് ആരുമില്ല, അവർ ഒറ്റയ്ക്കിരുന്ന് കരയണേ ആയിരിക്കും, ഒരു ബൈസ്റ്റാൻഡർ പോലും ഇല്ല, മക്കൾ നോക്കുന്നില്ല എന്നൊക്കെ. അപ്പം ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് ഒരു 10 മിനിറ്റ്, നമുക്ക് ചിലപ്പോൾ 10 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, അപ്പോഴേക്കും എന്തെങ്കിലും അടുത്ത പണികൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കും. ഒന്ന് സംസാരിച്ചാൽ മാത്രം മതിയായിരിക്കും. അപ്പം നമ്മളെക്കൊണ്ട് അവരോട് സംസാരിപ്പിക്കുന്നത് മാതാവായിരിക്കും. എന്താ അപ്പം പറയണമെന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മൾ അവരോട് പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും മാതാവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വിഷമിക്കേണ്ട ഒന്നൊരു ചെറിയ വാക്ക് പോലും എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നത് മാതാവായിരുന്നു. അങ്ങനെ പറയുമ്പോഴേക്കൊക്കെ അവർക്കൊരു ആശ്വാസവും. അപ്പോൾ അവർ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ പോകുമ്പോഴേക്കും നമ്മളെ തേടി വന്നിട്ട് ഇങ്ങനെ പറയും, സിസ്റ്റർ എൻ്റെ അടുത്ത് സംസാരിച്ചത് കൊണ്ട് എനിക്ക് മാതാവിനെക്കുറിച്ച് അറിയാൻ പറ്റി, എനിക്ക് പള്ളി പോകാൻ പറ്റി, എനിക്കിപ്പോൾ ആരും ഇല്ല എന്ന് തോന്നലില്ല, എനിക്ക് മക്കളില്ലെങ്കിലും കൂടപ്പിറപ്പില്ലെങ്കിലും എനിക്ക് മാതാവുണ്ട്, ഈശോയുണ്ട് എന്നുള്ളൊരു തോന്നൽ മാത്രം എനിക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും എന്നെ തിരക്കിയൊക്കെ വരും, എന്നെ കണ്ടില്ലെങ്കിലൊക്കെ അവരോടൊക്കെ ചോദിക്കാറൊക്കെയുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വഴിയഴികളൊക്കെ കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല, എന്നാൽ തന്നെയും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാണ്ടൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നലൊക്കെ വന്നത്. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പ്രാർത്ഥന ഒപ്പം കൊടുക്കൊടു ചെന്ന് ഞാൻ എൻ്റെ ഉടമ്പടിയോട്ട് കൊണ്ടുപോകും എന്ന് അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10-ാം തിരുവചനം. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഒരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി, അവനെ വാരിപ്പുണർന്നു, താൽപ്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ജിൻസി എന്ന മകൾ ഉടമ്പടിയെടുത്ത് വളരെയധികം ഈശോയെ സ്നേഹിക്കുകയും രോഗികളെയും തൻ്റെ കയ്യിലേക്ക് ഈശോ നൽകിയ എല്ലാവരെയും തന്നെ പരിചരിച്ചതിൻ്റെയും ഒരു വലിയ സാക്ഷ്യമാണിത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉടമ്പടി ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കാര്യങ്ങൾ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെന്തോ ഉടമ്പടി ഉഴപ്പുന്നുണ്ടെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. ജിൻസി ചെയ്തത് ഒന്ന് മാത്രമാണ്, ഈശോയെ സ്നേഹിക്കുക, അല്ലാതെ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കുണ്ടാവില്ല എന്ന് ജിൻസിക്ക് വളരെ വ്യക്തമായതുകൊണ്ടാണ് എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും
ഹോസ്റ്റൽ ജീവിതത്തിലെ തള്ളിപ്പറയലിലും തിരസ്കരണത്തിലുമെല്ലാം ശക്തമായി ഉടമ്പടിയിൽ നിലനിൽക്കുവാനും തുടരാനും സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ ഒരു മാധ്യസ്ഥത്തിലൂടെ മാത്രമാണെന്ന് ഇന്ന് ജിൻസി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. BSc നഴ്സിംഗ് സാധാരണഗതിയിൽ അമ്മമാരാണ് വന്ന് ഉടമ്പടിയെടുത്ത് തൻ്റെ മക്കൾക്ക് സമയമില്ല, അല്ലെങ്കിൽ തൻ്റെ മക്കൾ അന്യഗ്രഹത്തിലാണ്, അല്ലെങ്കിൽ തൻ്റെ മക്കൾ ഇവിടെ UK-യിലാണ്, കാനഡയിലാണ്, അവർക്ക് പഠിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല എന്നാണ് സാധാരണ മാതാപിതാക്കൾ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഇവിടെ സാക്ഷ്യം പറയാറുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു അനുവാദമാണ്, ഒരു അംഗീകാരമാണ്. നമ്മുടെ 16 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ പ്രായപൂർത്തിയായി തുടങ്ങുമ്പോൾ അവർക്ക് തന്നെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ സാധ്യത അച്ഛൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ജിൻസി ആ സാധ്യതയെ വളരെ ആത്മാർത്ഥമായി ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് ഉദാഹരണമായി മോഡലായി ജീവിക്കുവാനുള്ള ഒരു വലിയ സാധ്യത കാണിച്ചു കൊടുക്കുകയായിരുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23-ാം തിരുവചനം പറയുന്നത് പോലെ, നിങ്ങൾക്ക് അല്പവിശ്വാസമുണ്ടെങ്കിൽ, ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ അനുസരിക്കുമെന്നാണ് ഈശോ നമ്മെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മല പോലെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഒരു കടലിലേക്ക് താഴ്ത്തുവാനുള്ള വിശ്വാസവും വിശ്വസ്തതയും ഈശോ നമ്മിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് ഉടമ്പടി ജീവിതത്തിലാണ്. ജിൻസി അത് വളരെ കൃത്യമായി പാലിച്ചു എന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. എത്ര കൊച്ചു കാര്യങ്ങളായാലും ഈ ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ ഈശോ പറയുന്നത്, ഈ എളിയവരിൽ നിങ്ങൾ ഒരുവരിൽ എനിക്ക് ചെയ്തപ്പോഴെല്ലാം എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. അവിടത്തേക്ക് ദാഹിച്ചു, അവിടത്തേക്ക് വിശന്നു, അവിടുത്തെ നഗ്നനായി കണ്ടു, അവിടുത്തെ പരദേശവാസിയായി കണ്ടപ്പോഴെല്ലാം ജിൻസി ഈശോയ്ക്ക് വേണ്ടിയാണത് ചെയ്തതെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതാണ് ഉടമ്പടി ജീവിതം. അതുകൊണ്ടാണ് ഒരു ഡിസ്റ്റിങ്ഷനോടുകൂടി BSc നഴ്സിംഗ് പാസ്സാകുവാനുള്ള വലിയ സാധ്യത ഈശോ ഈ മകൾക്ക് നൽകിയിരിക്കുന്നത്. പഠിക്കുന്ന എല്ലാ മക്കളുടെയും അസാധ്യതകളെയെല്ലാം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പഠനത്തിലായിരിക്കുന്ന മക്കളെ അവരുടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും ഫേസ് ചെയ്യാനുള്ള പ്രാപ്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ജിൻസിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.